മാന്യരെ, നമ്മുടെ ഹോമ 18-ാം വാർഡിലെ പ്രധാനപ്പെട്ട 3 റോഡുകളാണ് സംസ്കൃത സ്കൂള്, കൊച്ചുവള്ളി, കൊച്ചിനാവളങ്ങർ റോഡ്. അതിനേക്കാൾ ഗൗരവമുള്ള റോഡാണ് കായിക്കര ക്ഷേത്രം സംസ്കൃത ഹൈസ്കൂൾ റോഡ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന റോഡാണ് പാലയ്ക്കൽ പുത്തൻതയിൽ റോഡ്. ഈ റോഡ് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കായിക്കര ക്ഷേത്രം സംസ്കൃത ഹൈസ്കൂൾ റോഡ് എന്ന് പറയുമ്പോൾ അത് സഞ്ചാരയോഗ്യമായ റോഡായിരുന്നു. എല്ലാ വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു നല്ല റോഡായിരുന്നു കായിക്കര ക്ഷേത്രം സംസ്കൃത ഹൈസ്കൂൾ റോഡ്. ആ റോഡ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി കുത്തിപ്പൊളിച്ച് ഇപ്പോൾ അടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ റോഡിൻ്റെ അവസ്ഥ. പലതവണ ആ റോഡ് മെയിൻ്റനൻസ് അടിയന്തരമായി ചെയ്യണം, ആ റോഡ് ടാർ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികളുടെയൊക്കെ പലതവണ ബന്ധപ്പെട്ടിട്ടും ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും അതിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് സംസ്കൃത ഹൈസ്കൂൾ കൊച്ചിനാവളങ്ങർ റോഡ്. ആ റോഡിൻ്റെ പടിഞ്ഞാറേ സൈഡ് എന്ന് പറയുന്നത് മണ്ണാണ്, ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ MLA ഫണ്ട്, ആ റോഡിന് MLA ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു. ആ MLA ഫണ്ട് അനുവദിച്ച് കുറച്ച് സ്ഥലങ്ങളിൽ കരിങ്കൽ കെട്ടി എന്നല്ലാതെ ആ റോഡിൻ്റെ ഒരു നടപടികളിലേക്കും ഇതുവരെ കടന്നിട്ടില്ല. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമര പരിപാടിയുമായി പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. അടിയന്തരമായി പഞ്ചായത്തിൻ്റെ കണ്ണു തുറന്ന് അടിയന്തരമായി ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അത് സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ വഴുതൽ അടക്കമുള്ള ശക്തമായ സമരങ്ങളെ മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സ്നേഹം നിറഞ്ഞ മറ്റ് പ്രദേശവാസികളെ, ഇത് നമ്മളുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇതൊരു സൂചനാ സമരം മാത്രമാണ്. കേരളത്തിലെ UDF സർക്കാർ ഭരണമേറ്റതിന് ശേഷം ഉണ്ടായ ഒരു അരക്ഷിതാവസ്ഥയല്ല. നാളുകളായി 10 വർഷമായി കേരള സംസ്ഥാനത്തൊട്ടുക്ക് ഇതുപോലെ തന്നെ ശോചനീയമായ റോഡുകളും തോടുകളും മറ്റ് പാലങ്ങളും ഒക്കെയാണ് നമുക്ക് നിലവിൽ കാണുവാൻ കഴിയുന്നത്. ഈ 18-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡ് പോലും പഞ്ചായത്ത് അധീനതയിലുള്ള റോഡോ അല്ലെങ്കിൽ PWDക്ക് കീഴിലുള്ള റോഡുകളോ ഒന്നും തന്നെ സഞ്ചാരയോഗ്യമല്ല എന്ന് പ്രത്യേകം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്കൃത സ്കൂൾ പോലുള്ള വലിയ മഹാവിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ, വലിയ മാരകരോഗങ്ങൾ പിടിപെട്ട് വീട്ടിൽ കഴിയുന്നവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, ഒട്ടനവധി ജീവിത സാഹചര്യങ്ങൾ ക്ലേശം അനുഭവിക്കുന്നവർക്ക് തൊഴിൽ മേഖലകളിലേക്ക് കടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെയാണ് ഞങ്ങളുടെ ഈ സമര പരിപാടി ആരംഭിക്കുന്നത്. മുഹമ്മ പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും റോഡുകളുടെ ശോചനീയാവസ്ഥ വളരെ ഭീകരമാണ്. ഇപ്പോൾ ഈ പറയുന്ന സംസ്കൃത സ്കൂൾ കായിക്കര റോഡ് 8 മാസമായി, 1 വർഷത്തോളമായി ഈ സ്ഥിതി തുടരുകയാണ്. കരിങ്കല്ലുകൾ വഴിയിൽ നിറയാണ്, അവിടെ വിരിച്ച മെറ്റലുകൾ വേറെ വശത്ത് കിടക്കുന്നു. സാങ്കേതികമായി പോലും കൃത്യമായി പണി നടക്കാത്തത് മൂലം ആ റോഡിൻ്റെ പുനരുദ്ധാരണ പദ്ധതി വളരെ പാളിപ്പോയ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കല്ലാപ്പുറത്ത് ഒരു പ്രധാന പാതയാണ്. കല്ലാപ്പുറവും പുത്തനങ്ങാടിയുമായി കൂട്ടിയോജിപ്പിക്കുന്ന ആ റോഡ് 1 വർഷത്തോളമായി പുനരുദ്ധാരണത്തിൻ്റെ പേരിൽ പൊളിഞ്ഞിടക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു തുടക്കമാണ്. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇപ്പോൾ എൻ്റെ 8-ാം വാർഡ് റോഡ് വെച്ചിട്ട് എല്ലാം പോയി പൊളിച്ചിട്ടിരിക്കും. ഒന്നും നന്നാക്കുന്ന ഒരു രീതി കാണുന്നില്ല. പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞങ്ങൾ അനുഭവിക്കാം. കാരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഒരു രോഗിനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടിയും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാൾ ഒഴിവാക്കേണ്ടതല്ല. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, ഒരുപാട് ഇതിനകത്ത് വരുന്ന ഞാനിവിടെ വന്നിട്ട് 2 വർഷമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ പുറത്തുനിന്ന് കോൺട്രാക്ടർമാർ ഇവർ തമ്മിലൊരു അലയൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബൈജു ഉണ്ട്, അംബികേശനുണ്ട്, രാജേന്ദ്രനുണ്ട്, പിന്നെ ഹർഷനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ശ്രമം നടത്തിയാണ്. കുറച്ച് അവരാരും എടുത്തില്ല. നമുക്ക് പറയാൻ പാടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ വർക്ക് എങ്ങനെയെങ്കിലും നടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ വാട്സാപ്പിൽ വന്നാൽ നിങ്ങൾ വരുന്നതിനേക്കാൾ മുമ്പ് 2-3 പേര് വ്യക്തിപരമായിക്കൊണ്ട് ഭയങ്കര കാര്യം. അതിന് ഞാൻ ഇദ്ദേഹത്തോട് പറയും, പൊളിക്കാതിരുന്നാൽ മതിയായിരുന്നു. ചെറിയൊരു പാച്ച് വർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അത് ചെറിയ ഈ പണിയാണ്. അത് കൂടാതെ പുള്ളി ആ
അല്ലാണ്ട് അതാണ് വേറൊരു വർക്കിന് വേണ്ടി JCB വന്ന് ചെയ്യുന്നതാണ്. അപ്പൊ JCB കാരന് ആ സമയത്ത് വാടക കൊടുക്കാൻ ഇതുപോലെ തീരാനുള്ള റോഡ് അതുപോലെ അത് ഒഴിവാക്കിയാണെങ്കിൽ തീരുമാനമെടുത്ത് പുള്ളിനെ ബ്ലാക്ക് ലിസ്റ്റ് കൊടുക്കാണ്ട് 3 റോഡാണ് പ്രശ്നമാക്കി പറയുന്നത്. അതിലിപ്പോ ഈ 3 റോഡിന്റെ കാര്യമൊന്നുമില്ല. ഏറ്റവും പ്രധാനം ഈ സംസ്കൃതം നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ നമ്മൾ വിളിക്കുമ്പോഴും വരുമ്പോഴും പറഞ്ഞത് നാളെ ചെയ്തേക്കാന്ന് പറഞ്ഞു. പക്ഷെ ഈ പറയുന്നത് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഒരാളെ പീഡിപ്പിക്കുന്നതുകൊണ്ട് കാര്യമല്ല. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ റോഡ് എങ്ങനെയെങ്കിലും തീർക്കുന്നുള്ളത്. ഞാൻ അങ്ങനെയാണ് കാരണം, അല്ലാതെ വീടല്ല. അതിപ്പോ ഈ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്താൻ അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ പറഞ്ഞ രാജേന്ദ്രനെ പിടിച്ചിരിക്കുന്നത് അത് ഇപ്പോഴും നടക്കുന്നു. ക്ഷേത്രം പോകണം ഒരു കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. അത് പൊളിച്ചിട്ടാണ് പൊളിക്കേണ്ടത്. തന്നെ പൊളിക്കാൻ